ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ മരിച്ച രണ്ടാമത്തെ സ്റ്റേറ്റായി ഇന്ത്യയിൽ കേരളം മാറിയത് എങ്ങനെയാ? സുപ്രീം കോടതിയിൽ കൊടുത്ത കണക്ക് പ്രകാരം മാത്രം 72,000 പേർ മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? അത് ഉത്തരം പറ. അത് ഇവിടെ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ആ എപ്പിഡമിക്സ് സിറ്റുവേഷനെ നിങ്ങൾ ഉപയോഗിച്ചുള്ളതല്ലേ സത്യം? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഇന്നും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കല്ലേ? നിങ്ങൾ അതിര് കിടക്കുന്നു. എന്താണ് സാർ, ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് തുറന്നു പറയാം. ഈ നാട് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സകലരുടെ കയ്യിലും കാശില്ലാതിരിക്കുമ്പോൾ, എല്ലാവരും നശിച്ച് നാമവിശേഷമായി ആകെ കൂടി കുത്തുവാള എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാത്തിലും കാശുണ്ടാക്കാൻ നോക്കുകയാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ലട്ടാ. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അയ്യോ അത് വേണ്ട. ഇന്നത്തെ ഈ സിയാൻ രാജ റിപ്പോർട്ടിൽ തന്നെ ഒരു വിഭാഗം ഞാൻ പറഞ്ഞുതരാം. കോട്ടയം ഇന്നത്തെ വാർത്ത ഞാൻ പറഞ്ഞുതരാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ 154 കോടി രൂപ കൊടുക്കാത്ത കാരണത്താൽ സർജറി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ സർജറി നിലച്ചു. രണ്ടാമത്തെ വാർത്ത, ആന്റിബയോട്ടിക് ഇല്ലാത്തതിനാൽ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ മരുന്നുകൾ തീർന്നു. തിരുവനന്തപുരത്തെ വാർത്ത, കുടിശ്ശിക നൽകാത്തതിനാൽ മരുന്ന് കമ്പനികൾ മരുന്ന് ഗവൺമെന്റ് ആശുപത്രികൾക്ക് കൊടുക്കുന്നത് നിർത്തി. എന്ന് പറഞ്ഞാൽ കോട്ടയം, തിരുവനന്തപുരം ഉൾപ്പെടെ സകലമാന മെഡിക്കൽ കോളേജുകളും സ്തംഭനാവസ്ഥയിൽ നിൽക്കുമ്പോ, ആശുപത്രികളിൽ മരുന്നില്ലാതിരിക്കുമ്പോ, ഉപകരണ ഇടപാടുകളിൽ 14 കോടി രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ? പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? നിങ്ങളൊന്ന് മനസ്സിലാക്കിത്താ. ആ സിയാൻ റിപ്പോർട്ട് പോലെ ഇന്ന് പുറത്തു വന്ന പുതിയ വിവരങ്ങളുണ്ട്. 21 ആശുപത്രികൾക്ക് 172 ഉപകരണങ്ങൾ വാങ്ങിയതിൽ 7.28 കോടി രൂപയുടെ നഷ്ടം. കമ്മീഷനാണ് അടിച്ചു മാറ്റിയതാണ്. പിന്നെ നാണക്കെടുത്തി 7.28 കോടി. നീ കൊറേ നേടുന്നുണ്ടല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും, സലാമിന്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം ദന്തൽ കോളേജിലുമായി 59 ഉപകരണങ്ങൾ യഥാസമയം സ്ഥാപിക്കാതെ യഥാസമയം സ്ഥാപിക്കാത്ത ഈ 3 മെഡിക്കൽ കോളേജിലുമായി മെഡിക്കൽ കോളേജിലുമായി ഈ കേരളത്തിലെ ഖജനാവിന് കഴിഞ്ഞ മാസം നഷ്ടമുണ്ടായത് 4.94 കോടി രൂപയാ. നിങ്ങൾക്ക് കാണുമ്പോ ക്വാളിറ്റി വാങ്ങാതിരിക്കുക, ആശുപത്രികൾ അടച്ചിടുക, എന്നിട്ട് എല്ലാത്തിലും കമ്മീഷൻ ഉണ്ടാക്കുക. തീർന്നില്ല സാർ, വേറെ ആരോപണം വന്നല്ലോ. 5 ഇവിടെ പ്ലാച്ചിമട സമരം നടത്തി സഖാവ് VS വീര നായകനായി വാഴ്ത്തപ്പെട്ട എലപ്പള്ളി പഞ്ചായത്തിൽ, അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 5 ലക്ഷം കോടി ലിറ്റർ വെള്ളം ഒരു പഞ്ചായത്തിൽ നിന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എത്തനോൾ കമ്പനിയാണെന്ന് പഞ്ചായത്തിന്റെ NOC വാങ്ങാതെ 22 ഏക്കർ സ്ഥലവും വാങ്ങി 22 ഏക്കർ സ്ഥലവും വാങ്ങി കേരള വാട്ടർ അതോറിറ്റിയെയും പറ്റിച്ച് ജനുവരി മാസം 15-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരും അറിയാത്ത സമയത്ത് മന്ത്രിസഭയിൽ വെച്ച് ജനുവരി മാസം 15-ാം തീയതി മന്ത്രിസഭയിൽ വെച്ചതിന്റെ പിറ്റേ ദിവസം ജനുവരി മാസം 16-ാം തീയതി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അനുവാദവും കൊടുത്ത്, നിങ്ങൾക്കറിയോ, ദീപ് മൽഹോത്ര എന്ന് പറയപ്പെടുന്ന ഫരീദാബാദിലെ MLA, ശിരോമണി അകാലിദളുമായി ബന്ധപ്പെട്ട MLA ചന്ദ്രശേഖർ റാവുവിനെ മദ്യ അഴിമതി കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തുനിന്ന കമ്പനി ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഓടിച്ച കമ്പനിയുമായിട്ട് ആരാണെന്നറിയാലോ? എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണെന്നറിയാലോ? ഈ മന്ത്രിമാരുമായിട്ട് ചേർന്ന് കണ്ടമാനം കാശൊപ്പിക്കാനുള്ള നടപടിയല്ലേ അവിടെ കണ്ടത്? PPE കിറ്റിൽ ഇവിടെ കണ്ടത്. പർച്ചേസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്തകള്, മരുന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട വാർത്തകള്. കേരളത്തിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സാർ പണം ഉണ്ടാക്കേണ്ടത്? ആരോഗ്യ വകുപ്പിനെ നിങ്ങള് പാർട്ടി വളർത്താനും പാർട്ടിക്ക് കോടികൾ ശേഖരിക്കാനുമുള്ള ഉപകരണമാക്കി മാറ്റിയില്ല നിങ്ങള്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ കിറ്റിനകത്ത് ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ ഖണ്ഡിക്കുകയാണ്. എന്താ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്താണ്? 10.23 കോടി രൂപയുടെ അധിക ചെലവ് ഖജനാവിന് ഉണ്ടായിട്ടുണ്ട്. അഥവാ കേരളത്തിലെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പാവപ്പെട്ടവന്റെ നികുതി പണം 10.23 കോടി രൂപ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആരുടെ തീരുമാനപ്രകാരമാണ്? അത് പിണറായി വിജയന്റെ തീരുമാനപ്രകാരമാണ്. ശൈലജയുടെ KK ശൈലജയുടെ തീരുമാനപ്രകാരമാണ്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ തീരുമാനപ്രകാരമാണ്. ഇനി ഇദ്ദേഹം രണ്ടാമത്തെ ഇദ്ദേഹം പറഞ്ഞതാണ്, ആവശ്യകത കൂടി വല്ലാതെ കൂടിയപ്പോ മാനദണ്ഡം നോക്കിയെന്നും ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ കിട്ടിയ വിലയ്ക്ക് അങ്ങ് വാങ്ങി.
അത് സ്വാഭാവികമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും ഒരു മഹാദുരന്തം, ഒരു മഹാമാരി പടന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ വാങ്ങണം എന്നുള്ളതാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതിന് 50 രൂപ കൂടിയോ 50 രൂപ കുറഞ്ഞോ എന്നുള്ളതല്ല നോക്കേണ്ടത് എന്ന് ഒരു വാദത്തിന് വേണ്ടി ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായെന്ന് വരും. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്.